പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ മാട്രിസസ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5 വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിരുന്നു. ഈ 5 വീഡിയോസും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വീഡിയോ പോസ് ചെയ്ത് നോട്ട്സ് എല്ലാം എഴുതി അത് പഠിച്ചു കാണുമെന്ന് ഞാൻ കരുതട്ടെ. ഇനി നമുക്ക് 6ാമത്തെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇഫ് എ സമം മാട്രിക്സ് കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ, വെരിഫൈ ദാറ്റ് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഐ. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഹോംവർക്കായിട്ട് മാർക്ക് ചെയ്യാം. അടുത്ത ചോദ്യം: ഇഫ് എ ഈക്വൽസ് മാട്രിക്സ് 2 -1 3 ആൻഡ് ബി ഈക്വൽസ് മാട്രിക്സ് 1 2 1, വെരിഫൈ ദാറ്റ് A into B the whole transpose is equal to B transpose into A transpose. ഈ റിസൾട്ട് വെരിഫൈ ചെയ്യണം. ഈ മാട്രിക്സ് ഉപയോഗിച്ച് ഈ റിസൾട്ട് വെരിഫൈ ചെയ്യണം. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഹോംവർക്കായിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മാട്രിക്സ്. ഒരു സ്ക്വയർ മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. If A is a square matrix of order n, then inverse of A is denoted by A raised to -1. ഇത് A inverse എന്ന് വായിക്കണം. And is defined as a square matrix of order n such that A into A inverse is equal to A inverse into A is equal to In. If A inverse exists, then A is said to be invertible. If A inverse exists, then it is unique. ശ്രദ്ധിക്കുക. എ ഒരു സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ n ആണെങ്കിൽ എ എന്ന മാട്രിക്സിൻ്റെ ഇൻവേഴ്സിനെ സൂചിപ്പിക്കുന്ന സിമ്പിൾ ഇതാണ്, എ റൈസ് ടു -1. ഇത് നിങ്ങൾ എ ഇൻവേഴ്സ് എന്ന് വായിക്കണം. ഇൻവേഴ്സ് ഓഫ് എയുടെ ഷോർട്ട് ഫോം ആണിത്, എ റൈസ് ടു -1. അത് എ ഇൻവേഴ്സ് എന്ന് വായിക്കണം. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ n എന്നാണ്. ആ സ്ക്വയർ മാട്രിക്സിൻ്റെ പ്രത്യേകത ഇതായിരിക്കണം: എയും എ ഇൻവേഴ്സും കൂടെ ഗുണിച്ചാൽ നമുക്ക് IN എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മാട്രിക്സ് ഓഫ് ഓർഡർ n കിട്ടണം. അപ്പോൾ വൺസ് അഗെയിൻ, എ ഒരു സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ n ആണെങ്കിൽ ഇൻവേഴ്സ് ഓഫ് എ എന്നുള്ളത് നമ്മൾ ഷോർട്ടായിട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്, എ റൈസ് ടു -1. അത് എ ഇൻവേഴ്സ് എന്ന് വായിക്കണം. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ n ആയിട്ടാണ്. ആ സ്ക്വയർ മാട്രിക്സിൻ്റെ പ്രത്യേകത ഇതായിരിക്കണം: എ ഇൻറ്റു എ ഇൻവേഴ്സ് സമം എ ഇൻവേഴ്സ് ഇൻറ്റു എ സമം IN ആയിരിക്കണം. ഐഡൻറ്റിറ്റി മാട്രിക്സ് ഓഫ് ഓർഡർ n ആയിരിക്കണം. ഇഫ് എ ഇൻവേഴ്സ് എക്സിസ്റ്റ്, ദെൻ എ ഈസ് സെഡ് ടു ബി ഇൻവേർട്ടിബിൾ. എ ഇൻവേഴ്സ് എന്ന മാട്രിക്സ് എക്സിസ്റ്റ് ചെയ്താൽ, എല്ലാ സ്ക്വയർ മാട്രിക്സുകൾക്കും ഇൻവേഴ്സ് ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. എയുടെ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്താൽ നമ്മൾ പറയും എ ഒരു ഇൻവേർട്ടബിൾ മാട്രിക്സ് ആണെന്ന് പറയും. അതുപോലെ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് യുണീക്ക് ആയിരിക്കും. എക്ക് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം മാത്രമേ കാണൂ, ഒരു ഇൻവേഴ്സ് മാത്രമേ കാണൂ. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് യുണീക്ക് ആയിരിക്കും. ഓക്കെ. അപ്പോൾ എ ഒരു സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ n ആണെങ്കിൽ എയുടെ ഇൻവേഴ്സ് ഓഫ് എയുടെ ഷോർട്ട് ഫോം ആണ് എ റൈസ് ടു -1. ഇതിനെ എ ഇൻവേഴ്സ് എന്ന് വായിക്കുക. അത് ഒരു സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ n ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എ ഇൻവേഴ്സ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ n. ആ സ്ക്വയർ മാട്രിക്സിൻ്റെ പ്രത്യേകത ഇതായിരിക്കണം: എ ഇൻറ്റു എ ഇൻവേഴ്സ് സമം എ ഇൻവേഴ്സ് ഇൻറ്റു എ സമം എന്തായിരിക്കണം, ഐഡൻറ്റിറ്റി മാട്രിക്സ് ഓഫ് ഓർഡർ n ആയിരിക്കണം. ഓക്കെ. അതുപോലെ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും എ ഒരു ഇൻവേർട്ടബിൾ മാട്രിക്സ് ആണെന്ന് പറയും. അതുപോലെ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്താൽ എ ഇൻവേഴ്സ് യുണീക്ക് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇൻവേഴ്സ് ഉള്ള മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് യുണീക്ക് ആയിരിക്കും. ഇൻവേഴ്സ് ഉള്ള മാട്രിക്സുകൾക്ക് ഇൻവേഴ്സ് ഒരെണ്ണേ കാണും. ഇനി എ ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. പ്രോപ്പർട്ടീസ് നോക്കാം. ഒന്ന്, എ ഇൻറ്റു ബി ദ ഹോൾ ഇൻവേഴ്സ്. എ ബി എന്ന പ്രോഡക്റ്റ് മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സിനോട് തുല്യമായിരിക്കും. അതുപോലെ ഒരു മാട്രിക്സിൻ്റെ ഇൻവേഴ്സിന് ഇൻവേഴ്സ് അത് തന്നെ ആയിരിക്കും. എ ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും. അതുപോലെ എ റൈസ് ടു എന്നിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ദ ഹോൾ റൈസ് ടു എന്നിനോട് തുല്യമായിരിക്കും. എ റൈസ് ടു എന്നിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ദ ഹോൾ റൈസ് ടു എന്നിനോട് തുല്യമായിരിക്കും. അതുപോലെ എ ട്രാൻസ്പോസിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സിൻ്റെ ട്രാൻസ്പോസിനോട് തുല്യമായിരിക്കും. എ ട്രാൻസ്പോസിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സിൻ്റെ ട്രാൻസ്പോസിനോട് തുല്യമായിരിക്കും. അതുപോലെ കെ ഇൻറ്റു എ എന്ന മാട്രിക്സിന്, കെ എന്ന് പറയുന്നത് സ്കേലറാണ്. അപ്പോൾ കെ ഇൻറ്റു എ എന്ന് പറയുന്ന ഈ മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/k ഇൻറ്റു എ ഇൻവേഴ്സിനോട് തുല്യമായിരിക്കും. 1/k ഇൻറ്റു എ ഇൻവേഴ്സിനോട് തുല്യമായിരിക്കും. അപ്പോൾ ഒരു സ്ക്വയർ മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് വരുന്നത്. എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് മാട്രിക്സ് ഇൻവേഴ്സ് എങ്ങനെയാണ് കാണുന്നത്, ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് മാട്രിക്സ് ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് പരിചയപ്പെടണം. അപ്പോൾ നമുക്ക് അടുത്തത് ആ കാര്യത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കുക.
എലമെൻ്ററി റോ ട്രാൻസ്ഫർമേഷൻസ് അല്ലെങ്കിൽ എലമെൻ്ററി റോ ഓപ്പറേഷൻസ്. 3 എലമെൻ്ററി റോ ട്രാൻസ്ഫർമേഷൻസ് ആണുള്ളത്. ഈ 3 നിങ്ങൾ മനസ്സിൽ ഫിക്സ് ചെയ്യേണ്ടതാണ്. ഈ എലമെൻ്ററി റോ ട്രാൻസ്ഫർമേഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ മാട്രിക്സ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഒന്നാമത്തെ എലമെൻ്ററി റോ ട്രാൻസ്ഫർമേഷൻ ആണ് ഇൻ്റർചേഞ്ചിങ് ഓഫ് എനി ടു റോസ്. ഇതാണ് ഒന്നാമത്തെ എലമെൻ്ററി റോ ട്രാൻസ്ഫർമേഷൻ, ഇൻ്റർചേഞ്ചിങ് ഓഫ് എനി ടു റോസ്. 2 റോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ എലമെൻ്ററി റോ ട്രാൻസ്ഫർമേഷൻ. In symbols, interchanging of ith row and jth row is denoted by Ri changes to Rj. നമ്മൾ ith റോയും jth റോയുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതെങ്കിൽ ആ കാര്യം സിംബോളിക്കായിട്ട് എഴുതേണ്ടത് ഇങ്ങനെയാണ്, Ri changes to Rj. ഈ സിമ്പിൾ വായിക്കേണ്ടത് Ri changes to Rj എന്ന് വായിക്കണം. ഒരു ഉദാഹരണം പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും. എ എന്ന മാട്രിക്സ് ഇതാണെന്നിരിക്കട്ടെ. മാട്രിക്സ് A11, A12, A13, A21, A22, A23, A31, A32, A33. ഇതാണെന്നിരിക്കട്ടെ എന്ന മാട്രിക്സ്. ഇഫ് വി അപ്ലൈ ദ എലമെൻ്ററി റോ ട്രാൻസ്ഫർമേഷൻ R1 ചേഞ്ചസ് ടു R2 ഓൺ ക്യാപിറ്റൽ എ, ദെൻ ക്യാപിറ്റൽ എ ബിക്കംസ് മാട്രിക്സ് A21, A22, A23, A11, A12, A13, A31, A32, A33. R1 ചേഞ്ചസ് ടു R2 എന്ന ട്രാൻസ്ഫർമേഷൻ, റോ ട്രാൻസ്ഫർമേഷൻ എ എന്ന ഈ മാട്രിക്സിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എ എന്ന മാട്രിക്സ് ഈ മാട്രിക്സ് ആയിട്ട് മാറും. ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക എന്നുള്ള ട്രാൻസ്ഫർമേഷൻ, എലമെൻ്ററി റോ ട്രാൻസ്ഫർമേഷൻ എയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എ എന്ന മാട്രിക്സിൻ്റെ രൂപം ഇങ്ങനെയായി മാറും. എ ബിക്കംസ് മാട്രിക്സ് A21, A22, A23, A11, A12, A13, A31, A32, A33. അപ്പോൾ ഒന്നാമത്തെ എലമെൻ്ററി റോ ട്രാൻസ്ഫർമേഷൻ നമ്മൾ പരിചയപ്പെട്ടു. 2 റോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ എലമെൻ്ററി റോ ട്രാൻസ്ഫർമേഷൻ. ith റോയും jth റോയുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതെങ്കിൽ അത് സിംബോളിക്കായിട്ട് നമ്മളിങ്ങനെ എഴുതും, Ri ചേഞ്ചസ് ടു Rj. Ri ചേഞ്ചസ് ടു Rj. ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് അത് വ്യക്തമായി കാണും. എ എന്ന മാട്രിക്സിൽ R1 ചേഞ്ചസ് ടു R2 എന്ന ട്രാൻസ്ഫോർമേഷൻ എയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എ എന്ന മാട്രിക്സ് ഈ മാട്രിക്സ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെടും, മാറും. എ എന്ന മാട്രിക്സ് ഈ മാട്രിക്സ് ആയിട്ട് മാറും. ഇനി രണ്ടാമത്തെ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ ഇതാണ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എൻട്രീസ് ഓഫ് എനി റോ ബൈ എ നോൺ സീറോ നമ്പർ. ഒരു മാട്രിക്സിൻ്റെ ഒരു റോയിലെ എല്ലാ എലമെൻസിനെയും ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നതാണ് അടുത്ത എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ. ഒരു മാട്രിക്സിൻ്റെ ഒരു റോയിലെ എല്ലാ എലമെൻസിനെയും ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നതാണ് അടുത്ത എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ. ഇൻ സിംബൽസ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എൻട്രീസ് ഓഫ് ith റോ ബൈ എ നോൺ സീറോ നമ്പർ k ഈസ് ഡിനോട്ടഡ് ബൈ Ri ചേഞ്ചസ് ടു k ഇൻറ്റു Ri. ith റോയിലെ എല്ലാ എലമെൻസിനെയും നമ്മൾ k എന്ന നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് Ri ചേഞ്ചസ് ടു k ഇൻറ്റു Ri. Ri ചേഞ്ചസ് ടു k ഇൻറ്റു Ri. ഇപ്പോൾ രണ്ടാമത്തെ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ ഇതാണ്, ഒരു മാട്രിക്സിൻ്റെ ഒരു റോയിലെ എല്ലാ എലമെൻസിനെയും ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നത് ഒരു എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷനാണ്. ith റോയിലെ എല്ലാവരെയും k കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ ആ റോ ട്രാൻസ്ഫോർമേഷൻ്റെ സിംബോളിക് രൂപം ഇതാണ്, Ri ചേഞ്ചസ് ടു k ഇൻറ്റു Ri. Ri ചേഞ്ചസ് ടു k ഇൻറ്റു Ri. ഒരു ഉദാഹരണം പറയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമാവും. എ എന്ന മാട്രിക്സ് ഇതാണെന്നിരിക്കട്ടെ. A11, A12, A13, A21, A22, A23, A31, A32, A33 ആണെന്നിരിക്കട്ടെ. If we apply the elementary row transformation R2 changes to k into R2 on capital A, then capital A becomes matrix A11, A12, A13, k into A21, k into A22, k into A23, A31, A32, A33. A31, A32, A33. അപ്പോൾ രണ്ടാമത്തെ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ ഇതാണ്, ഒരു റോയിലെ എല്ലാ എൻട്രീസിനെയും ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ. ith റോയിലെ എല്ലാ എലമെൻസിനെയും k കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ അതൊരു റോ ട്രാൻസ്ഫോർമേഷനാണ്. ആ റോ ട്രാൻസ്ഫോർമേഷൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് Ri ചേഞ്ചസ് ടു k ഇൻറ്റു Ri ആണ്. ഒരു റോയിലെ എല്ലാ എൻട്രീസിനെയും ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ. ith റോയിലെ എല്ലാ എലമെൻസിനെയും k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതൊരു എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷനാണ്. ആ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ്റെ സിംബോളിക് രൂപം ഇതാണ്, Ri ചേഞ്ചസ് ടു k ഇൻറ്റു Ri. ഇവിടെ ഈ മാട്രിക്സിനകത്ത് R2 ചേഞ്ചസ് ടു k ഇൻറ്റു R2 എന്ന ട്രാൻസ്ഫോർമേഷൻ എയിൽ അപ്ലൈ ചെയ്താൽ, എന്ന് വെച്ചാൽ സെക്കൻഡ് റോയിൽ എല്ലാവരെയും k കൊണ്ട് ഗുണിക്കുക എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ എയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ എയിൽ അപ്ലൈ ചെയ്താൽ എ എന്ന മാട്രിക്സ് ഈ രൂപത്തിലേക്ക് മാറും. എ ബിക്കംസ് മാട്രിക്സ് A11, A12, A13, k
ഇൻറ്റു A21, K ഇൻറ്റു A22, K ഇൻറ്റു A23, A31, A32, A33. ഈ പ്രത്യേക ട്രാൻസ്ഫോർമേഷൻ R2 ചേഞ്ചസ് ടു K ഇൻറ്റു R2. ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എ എന്ന മാട്രിക്സ് ഈ രൂപത്തിലേക്ക് മാറും. A11, A12, A13, K ഇൻറ്റു A21, K ഇൻറ്റു A22, K ഇൻറ്റു A23, K ഇൻറ്റു A23. പിന്നെ അടുത്ത ലാസ്റ്റ് റോ A31, A32, A33. അപ്പോൾ 2 എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തത് 2 റോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുക, അതാണ് ഒന്നാമത്തെ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ. രണ്ടാമത്തെ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റോയിലെ എല്ലാ എലമെൻസിനെയും ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ. ഇനി നമുക്ക് മൂന്നാമത്തെ ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകാം. മൂന്നാമത്തെ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ ശ്രദ്ധിക്കുക. അഡിഷൻ ടു ദ എൻട്രീസ് ഓഫ് എനി റോ, ദ കറസ്പോണ്ടിങ് എൻട്രീസ് ഓഫ് എനി അതർ റോ മൾട്ടിപ്ലൈഡ് ബൈ എ നോൺ സീറോ നമ്പർ. Addition to the entries of any row, the corresponding entries of any other row multiplied by a non-zero number. ഒരു റോയിലെ എല്ലാ എൻട്രീസിനെയും ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യകൾ വേറെ റോയിലെ എൻട്രീസിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഇതാണ് മൂന്നാമത്തെ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ. അത് ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ. ഒരു റോയിലെ എല്ലാ എൻട്രീസിനെയും ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യകൾ വേറെ റോയിലെ എലമെൻസിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇതാണ് മൂന്നാമത്തെ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ. In symbols, addition to the entries of ith row, the corresponding entries of jth row multiplied by a non-zero number k is denoted by Ri changes to Ri plus k into Rj. jth റോയിലെ എലമെൻസിനെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യ ith റോയുടെ കൂടെ ആഡ് ചെയ്യുന്നു. ആ jth റോയിലെ എലമെൻസിനെ k കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യകൾ നമ്മൾ ith റോയുടെ കറസ്പോണ്ടിങ് എലമെൻസുമായിട്ട് ആഡ് ചെയ്യുന്നു. ആ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ്റെ സിംബോളിക് രൂപം ഇതാണ്. Ri ചേഞ്ചസ് ടു Ri പ്ലസ് k ഇൻറ്റു Rj. jth റോയിലെ എല്ലാ എലമെൻറ്റുകളെയും നമ്മൾ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യകൾ ith റോയുടെ കൂടെ ആഡ് ചെയ്യുന്നു. ഒരു റോയിലെ എല്ലാ എലമെൻറ്റുകളെയും ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യകൾ വേറൊരു റോയിലെ എലമെൻസിനോട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷനാണ്. ഉദാഹരണം, jth റോയിലെ ആൾക്കാരെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യകൾ ith റോയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷനാണ്. ആ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ്റെ സിംബോളിക് രൂപം ഇതാണ്. Ri ചേഞ്ചസ് ടു Ri പ്ലസ് k ഇൻറ്റു Rj. jth റോയിലെ എല്ലാ എലമെൻറ്റുകളെയും k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യകൾ ith റോയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അതൊരു എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷനാണ്. ആ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ്റെ സിംബോളിക് രൂപം എന്ന് പറയുന്നത് Ri ചേഞ്ചസ് ടു Ri പ്ലസ് k ഇൻറ്റു Rj ആണ്. ഒരു ഉദാഹരണം പറയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. എ എന്ന മാട്രിക്സ് ഇതാണെന്നിരിക്കട്ടെ. A ഈസ് ഈക്വൽ ടു മാട്രിക്സ് A11, A12, A13, A21, A22, A23, A31, A32, A33 ആണെന്നിരിക്കട്ടെ. ഫസ്റ്റ് റോയിലെ എല്ലാ എൻട്രീസിനെയും k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യകൾ സെക്കൻഡ് റോയുടെ കൂടെ ആഡ് ചെയ്യുന്നു. ഇത് എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷനാണ്. ഫസ്റ്റ് റോയിലെ എല്ലാവരെയും k കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ സെക്കൻഡ് റോയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ആ റോ ട്രാൻസ്ഫോർമേഷൻ്റെ സിംബോളിക് രൂപം ഇതാണ്. സെക്കൻഡ് റോയ്ക്കാണ് ചേഞ്ച് വരുന്നത്. R2 ചേഞ്ചസ് ടു R2 പ്ലസ് k R1. ഫസ്റ്റ് റോയിലെ ആൾക്കാരെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യ സെക്കൻഡ് റോയുടെ കൂടെ ആഡ് ചെയ്യുന്നു. ആ ട്രാൻസ്ഫോർമേഷൻ്റെ സിംബോളിക് രൂപം ഇതാണ്. R2 ചേഞ്ചസ് ടു R2 പ്ലസ് k ഇൻറ്റു R1. R2 ചേഞ്ചസ് ടു k ഇൻറ്റു R2 ചേഞ്ചസ് ടു R2 പ്ലസ് k ഇൻറ്റു R1. ഫസ്റ്റ് റോയിലെ എൻട്രീസിനെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യകൾ സെക്കൻഡ് റോയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇതൊരു എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ ആ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ്റെ സിംബോളിക് രൂപം ഇതാണ്. ഇവിടെ സെക്കൻഡ് റോയ്ക്കാണ് ചേഞ്ച് വരുന്നത്. എന്ത് ചേഞ്ചാണ്? ഫസ്റ്റ് റോയിലെ ആൾക്കാരെ k കൊണ്ട് ഗുണിച്ച് സെക്കൻഡ് റോയുടെ കൂടെ ആഡ് ചെയ്യുന്നു. അതിൻ്റെ സിംബോളിക് രൂപം ഇതാണ്. R2 ചേഞ്ചസ് ടു R2 പ്ലസ് k R1. ഈ പ്രത്യേക ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എ എന്ന മാട്രിക്സ് തൻ്റെ ഈ രൂപത്തിലേക്ക് മാറും. ഫസ്റ്റ് റോ അതുപോലെ തന്നെ വരും. A11, A12, A13. ഈ ഫസ്റ്റ് റോയിലെ ആൾക്കാരെ k കൊണ്ട് ഗുണിച്ചിട്ട് അത് സെക്കൻഡ് റോയുടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ A21 പ്ലസ് k ഇൻറ്റു A11. ഇവിടെ k കൊണ്ട് ഗുണിച്ച് ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു. A22 പ്ലസ് k ഇൻറ്റു A12. ഇത് k കൊണ്ട് ഗുണിച്ച് ഇങ്ങോട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ A23 പ്ലസ് k ഇൻറ്റു A13. അപ്പോൾ ഫസ്റ്റ് റോയിലെ ആൾക്കാരെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യകൾ സെക്കൻഡ് റോയുടെ കൂടെ ആഡ് ചെയ്യുന്നു.
ഫസ്റ്റ് റോയിലെ ആൾക്കാരെ കെ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യകൾ സെക്കൻഡ് റോയിലൂടെ ആഡ് ചെയ്യുന്നു. തേർഡ് റോ അതുപോലെ തന്നെ വരും. A31, A32, A33. ഇപ്പോൾ R2 ചേഞ്ചസ് ടു R2 പ്ലസ് K ഇൻറ്റു R1 എന്ന ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ എയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എ എന്ന മാട്രിക്സ് ഈ രൂപത്തിലേക്ക് മാറും. ഫസ്റ്റ് റോയിലെ ആൾക്കാരെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യ സെക്കൻഡ് റോയിലൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് റോയ്ക്കാണ് അവിടെ ചേഞ്ച് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിൻ്റെ സിംബോളിക് രൂപം ഇതാണ്. R2 ചേഞ്ചസ് ടു R2 പ്ലസ് K ഇൻറ്റു R1. ഈ പ്രത്യേക ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ എയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എ എന്ന മാട്രിക്സ് ഈ രൂപത്തിലേക്ക് മാറും. മാട്രിക്സ് A11, A12, A13, A21 പ്ലസ് K ഇൻറ്റു A11, A22 പ്ലസ് K ഇൻറ്റു A12, A23 പ്ലസ് K ഇൻറ്റു A13. തേർഡ് റോ അതുപോലെ തന്നെ വരും. A31, A32, A33. അപ്പോൾ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത്. 3 എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്. അത് 3ഉം നിങ്ങളുടെ മനസ്സിൽ ഫിക്സ് ചെയ്താൽ മാത്രമേ ഈ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് ഉപയോഗിച്ച് നമുക്ക് മാട്രിക്സ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് നിങ്ങൾ ഓർഡറിൽ ഓർത്തിരിക്കുക. ഒന്നാമത്തെ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഇൻ്റർചേഞ്ചിങ് ഓഫ് എനി 2 റോസ് ആണ്. 2 റോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ. രണ്ടാമത്തെ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു റോയിലെ എല്ലാ എൻട്രീസിനെയും ഒരു നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ. മൂന്നാമത്തെ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു റോയിലെ എല്ലാ എൻട്രീസിനെയും ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യകൾ വേറെ റോയിലെ കറസ്പോണ്ടിങ് എൻട്രീസുമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. ഒരു റോയിലെ എല്ലാ എൻട്രീസിനെയും ഒരു ഫിക്സഡ് നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യകൾ വേറെ റോയിലെ കറസ്പോണ്ടിങ് എൻട്രീസുമായിട്ട് ആഡ് ചെയ്യുന്നു. ഇതാണ് മൂന്നാമത്തെ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ. ഈ 3 എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ മനസ്സിൽ ഫിക്സ് ചെയ്യുക. ഇത് മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാട്രിക്സ് ഇൻവേഴ്സ് കാണാൻ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് നോട്ട് എഴുതിയെടുക്കുക, ആ നോട്ട്സ് നിങ്ങൾ പഠിച്ച് മാറുക. ഓക്കെ, താങ്ക് യു.